Hi friends, welcome back to Helo Malayalam. Realme Narzo സീരീസ് പുതുതായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിൽ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകളാണ് റിയൽമി നാർസോ 10എയും ഒപ്പം തന്നെ റിയൽമി നാർസോ 10 എന്ന സ്മാർട്ട് ഫോൺ. ഈ രണ്ട് സ്മാർട്ട് ഫോണുകളും ഇന്ത്യയിൽ പുതുമയുള്ളതാണ് എങ്കിലും ഈ രണ്ട് സ്മാർട്ട് ഫോണുകളും ഒരുപാട് നേരത്തെ തന്നെ പല രാജ്യങ്ങളിലും അവതരിപ്പിച്ചിട്ടുള്ള സ്മാർട്ട് ഫോണുകളാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് അവിടെ ഈ സ്മാർട്ട് ഫോണുകൾ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാലും ഈ ഒരു സ്മാർട്ട് ഫോണുകളിൽ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ഒപ്പം തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പ്രധാനമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. ആദ്യം നമുക്ക് രണ്ട് സ്മാർട്ട് ഫോണുകളുടെയും ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിരിക്കുന്ന സ്മാർട്ട് ഫോണുകൾ ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്മാർട്ട് ഫോണും നമുക്ക് പ്ലാസ്റ്റിക് ബാക്ക് ബോർഡ് കൂടിയുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കിട്ടുക. ആദ്യം നമുക്ക് റിയൽമി നാർസോ 10 എന്ന സ്മാർട്ട് ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുക ഗ്രീന്, വൈറ്റ് എന്നീ രണ്ട് കളർ ഓപ്ഷൻസ് വരുന്ന സ്മാർട്ട് ഫോണാണ്. ആ വൈറ്റിലെ കുറച്ചുകൂടെ ഒരു ലൈനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കുഴപ്പമില്ലാത്ത ഒരു നല്ല ഡിസൈൻ തന്നെയാണ് അവിടെ റിയൽ സൈഡ് നൽകിയിട്ടുള്ളത്. ഫിംഗർ പ്രിൻറ്റ് മൊഡ്യൂളും ഒപ്പം തന്നെ അതിൻ്റെ ഒരു കോർണറിലായിട്ട് സാധാരണ റിയൽമി സ്മാർട്ട് ഫോണുകൾ നമ്മൾ കാണാറുള്ള അതേ ആ ഒരു ഡിസൈൻ സെറ്റപ്പിൽ ക്യാമറ മൊഡ്യൂൾ ഫിക്സിങ്ങും ആ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പൊക്കെ നമുക്ക് റിയൽമി നാർസോ 10 എന്ന സ്മാർട്ട് ഫോണിൽ കാണാം. ഈ ഒരു റിയൽമി നാർസോ 10 എന്ന സ്മാർട്ട് ഫോൺ മ്യാൻമാറിൽ അവതരിപ്പിച്ചിട്ടുള്ള റിയൽമി 6i എന്ന സ്മാർട്ട് ഫോണാണ്. അതിൻ്റെ മറ്റൊരു റീബ്രാൻഡർ വേർഷനായിട്ടാണ് ഇപ്പോൾ റിയൽമി നാർസോ 10 എന്ന പേരിൽ ഇന്ത്യയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിട്ടുള്ളത്. എന്തായാലും റിയൽമി നാർസോ 10ൻ്റെ സ്മാർട്ട് ഫോണിൻ്റെ ആ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ വലിയ തലക്കെട്ടില്ലാത്ത രീതിയിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇനി നാർസോ 10 എന്ന സ്മാർട്ട് ഫോണിലേക്ക് വരാം. ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു 8,000 രൂപ 9,000 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നൽകുന്ന സ്മാർട്ട് ഫോണാണ്. ഇതിൻ്റെ പുറകിലത്തെ ആ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റിയൽ സൈഡ് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സംവിധാനമൊക്കെ കാണാം. ഒപ്പം തന്നെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പൊക്കെയാണ് റിയൽ സൈഡ് നൽകിയിട്ടുള്ളത്. നല്ലൊരു കളർ ഫിനിഷൊക്കെ ഉണ്ട്. ബ്ലൂ, വൈറ്റ് എന്നീ രണ്ട് കളർ ഓപ്ഷൻസിലാണ്. പക്ഷേ അവിടെ കുറച്ച് വൃത്തികേടായിട്ട് കുറച്ച് ഓവറായിട്ട് നൽകിയിരിക്കുന്നത് റിയൽമി എന്നുള്ള ഒരു ബ്രാൻഡിങ് ആണ്. റിയൽമി കുറച്ച് നാളുകൾക്ക് മുമ്പ് അവരുടെ ബാക്ക് കവർ അവതരിപ്പിച്ചപ്പോൾ ആ ഒരു കവറിൽ നമ്മൾ കണ്ടിട്ടുള്ള അത്രയും വലിയൊരു ബ്രാൻഡിങ്, അതുപോലെ ഒരു റിയൽമി എന്നുള്ള വലിയൊരു ബ്രാൻഡിങ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. എന്തായാലും അത്രയും വലിയൊരു ബ്രാൻഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എന്തായാലും എനിക്ക് പേഴ്സണലി അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ഇച്ചിരി ഓവറായിട്ട് തോന്നുന്നു. കാരണം നമ്മൾ എടുക്കുന്ന സ്മാർട്ട് ഫോണുകൾ മറ്റൊരാൾക്കാർ നോക്കുമ്പോൾ ഒരു പ്രീമിയം ലുക്കാണ് നമുക്ക് തോന്നുക, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്മാർട്ട് ഫോൺ കാണുമ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ഫീലൊക്കെ ഉണ്ടാകണം. പക്ഷേ ഇത് ഇച്ചിരി ഒരു ചൈന ലുക്ക് എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു ബ്രാൻഡിങ് നൽകുമ്പോൾ അതൊരിച്ചിരി ഓവറായിട്ടാണ് എനിക്കതിൽ തോന്നിയത്. എന്തായാലും വലിയ കുഴപ്പമില്ല. ആ ഒരു കാര്യങ്ങൾ ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത ഒരു ഡിസൈന് നമുക്ക് റിയൽമി നാർസോ 10 എന്ന സ്മാർട്ട് ഫോണിലും കാണാം. അപ്പോൾ ഡിസൈൻ വൈസ് രണ്ട് സ്മാർട്ട് ഫോണുകളിലും റിയൽ സൈഡൊക്കെ ഒരേപോലെയൊക്കെ തന്നെയാണ് ഏറെക്കുറെ വരിക. ഒന്ന് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഒന്ന് ക്വാഡ് ക്യാമറ സെറ്റപ്പും ആണ് എന്ന് മാത്രം. ഈ നേരെ ഡിസ്പ്ലേ കാര്യങ്ങളിലേക്ക് വരാം. രണ്ട് സ്മാർട്ട് ഫോണുകളിലും ഒരേ തരത്തിലുള്ള ഡിസ്പ്ലേ ആണ്. 20:9 ആസ്പെക്ട് റേഷ്യോയോട് കൂടി വരുന്ന 6.5 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുക. പുതിയ ഡിസൈനും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് നോക്കുകയാണെങ്കിൽ പഞ്ച് ഹോൾ ഡിസൈനൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകളിലേക്ക് വന്നു കഴിഞ്ഞു. പക്ഷേ നമുക്കിവിടെ റിയൽമി നാർസോ സീരീസ് നമുക്ക് രണ്ട് സ്മാർട്ട് ഫോണുകളിലും വാട്ടർ ഡ്രോപ്പ് നോച്ചോടുകൂടി വരുന്ന ഒരു ഡിസ്പ്ലേ സെറ്റപ്പാണ് കിട്ടുക. വലിയ ഡിസ്പ്ലേ ഒക്കെയാണ്, പക്ഷേ ആ ഒരു ഡിസൈനും കാര്യങ്ങളും ഇപ്പോഴത്തെ ഒരു രീതിയിൽ ആ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചൊക്കെ ഒഴിവാക്കി ഒരു പഞ്ച് ഹോൾ ഡിസൈനിലൊക്കെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയൊരു ഓപ്ഷൻ ആയാനേ. കൂടാതെ ആ ഒരു നാർസോ 10 എന്ന സ്മാർട്ട് ഫോൺ കുറച്ചുകൂടെ പ്രൈസ് കൂടിയ ഒരു 12,000 രൂപ ആ ഒരു പ്രൈസിൽ വരുന്ന ആ ഒരു സ്മാർട്ട് ഫോൺ ഒരു ഫുൾ HD+ ഡിസ്പ്ലേയും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ബെറ്റർ ആയ നല്ലൊരു ഡിസ്പ്ലേ സെറ്റപ്പ് നമുക്ക് അവിടെ കാണാമായിരുന്നു. എന്തായാലും കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ സെറ്റപ്പാണ്. പ്രൈസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതെങ്ങനെയുണ്ടെന്നുള്ള കൃത്യമായിട്ട് ഞാൻ പറയാം. ഇനി നേരെ ക്യാമറ സെറ്റപ്പിലേക്ക് വരാം. ഈ രണ്ട് സ്മാർട്ട് ഫോണിലും നമുക്ക് ഒന്നിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ്, ഒന്ന് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പുമാണ് കിട്ടുക. അത് നമുക്ക് റിയൽമി നാർസോ 10 എന്ന സ്മാർട്ട് ഫോൺ നോക്കാം. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 48 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് കിട്ടുക. നേരത്തെ നമ്മൾ ഒരുപാടധികം റിയൽമി സ്മാർട്ട് ഫോൺ കണ്ടിട്ടുള്ളതുപോലെ തന്നെ 48 മെഗാപിക്സലിൻ്റെ ഒരു മെയിൻ സെൻസറും 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസും 2 മെഗാപിക്സലിൻ്റെ ഒരു പോർട്രേറ്റ് ലെൻസൊക്കെ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. കാര്യമായി നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിലുള്ള വലിയൊരു ക്യാമറ സെറ്റപ്പൊന്നും റിയൽ സൈഡ് നൽകിയിട്ടില്ല. ഓൾറെഡി നമ്മൾ കാണാറുള്ള അത്രയുള്ള ഒരു ക്യാമറ സെറ്റപ്പാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി നാർസോ 10A എന്ന സ്മാർട്ട് ഫോണിലേക്ക് വരാം. ഇവിടെ നമുക്ക് കിട്ടുക 12 മെഗാപിക്സലിൻ്റെ ഒരു മെയിൻ സെൻസറാണ്. ഈ ഒരു 12 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസറിനോടൊപ്പം തന്നെ നമുക്കിവിടെ 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസും 2 മെഗാപിക്സലിൻ്റെ ഒരു പോർട്രേറ്റ് സെൻസറും കിട്ടുന്നുണ്ട്. ഇത്രയുമാണ് റിയൽമി നാർസോ 10A എന്ന സ്മാർട്ട് ഫോണിൻ്റെ റിയൽ സൈഡ് ക്യാമറ സെറ്റപ്പ് വരിക.
ഇനി ഫ്രണ്ട് ക്യാമറകൾ നോക്കിക്കഴിഞ്ഞാൽ റിയൽമി നാർസോ 10 എന്ന സ്മാർട്ട് ഫോണിൽ നമുക്ക് 16 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ ആ ഒരു വാർഡ്രോബ് നോച്ചിനുള്ളിൽ കിട്ടും. അതേസമയം നാർസോ 10A വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് 5 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ സെറ്റപ്പ് മാത്രമാണ് കിട്ടുക. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ക്യാമറ സെറ്റപ്പ് ഒന്നും പറയാനില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പുമാണ് നാർസോ സീരീസ് നമുക്ക് കാണാൻ സാധിക്കുക. പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് രണ്ട് സ്മാർട്ട് ഫോണുകളിലും മീഡിയ ടെക്കിൻ്റെ പ്രൊസസ്സറുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് രണ്ട് സ്മാർട്ട് ഫോണുകളും തരിക. നാർസോ 10 എന്ന സ്മാർട്ട് ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുക മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G80 എന്ന പ്രൊസസ്സറാണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഗെയിമിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊസസ്സർ തന്നെയാണ്. 12mm നാനോ ടെക്നോളജി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രൊസസ്സറുകളാണ് രണ്ട് സ്മാർട്ട് ഫോണിലും നമുക്ക് കിട്ടുക. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G70 എന്ന പ്രൊസസ്സറാണ് നമുക്ക് റിയൽമി നാർസോ 10A എന്ന സ്മാർട്ട് ഫോണിൽ കിട്ടുക. അതായത് ആ ഒരു പ്രൊസസ്സർ നമ്മൾ ഓൾറെഡി റിയൽമി C3 എന്ന സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ നമ്മൾ കണ്ടതാണ്. ആ ഒരു സെറ്റപ്പാണ് നമുക്കിവിടെ ആ ഒരു G70 പ്രൊസസ്സർ നമുക്കിവിടെ കിട്ടുക. കാര്യമായൊരു ഡിഫറൻസ് ആ ഒരു സ്മാർട്ട് ഫോണുമായിട്ട് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസമുള്ളൂ. ക്യാമറയും ഫിംഗർ പ്രിൻറ്റ് മോഡ്യൂളും തമ്മിലുള്ള വ്യത്യാസമേ ഈ റിയൽമി നാർസോ 10A എന്ന സ്മാർട്ട് ഫോൺ നമുക്ക് റിയൽമി C3യുമായിട്ട് നോക്കുമ്പോൾ ഒരു വ്യത്യാസം പറയാനുള്ളൂ. എന്തായാലും തായ്ലാൻഡിൽ അവതരിപ്പിച്ചിട്ടുള്ള റിയൽമി C3 എന്ന സ്മാർട്ട് ഫോണാണ് ഇന്ത്യയിൽ ഇപ്പോൾ വന്നിട്ടുള്ള റിയൽമി നാർസോ 10A എന്ന സ്മാർട്ട് ഫോൺ. ഈ രണ്ട് സ്മാർട്ട് ഫോണുകളുടെയും റാമും സ്റ്റോറേജും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് റിയൽമി നാർസോ 10 എന്ന സ്മാർട്ട് ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ LPDDR4 വരുന്ന റാം സെറ്റപ്പൊക്കെയാണ് നമുക്കിവിടെ കിട്ടുക. 4GB റാം 128GB സ്റ്റോറേജോട് കൂടിയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടുക. ഒറ്റ വേരിയൻറ്റുകളാണ് രണ്ട് സ്മാർട്ട് ഫോണിൽ നമുക്ക് കിട്ടുന്നത്. ട്രിപ്പിൾ കാർഡ് സോട്ട് സംവിധാനം രണ്ട് സ്മാർട്ട് ഫോണുകളും നമുക്ക് കിട്ടുന്നുണ്ട്. ഒരേ സമയം രണ്ട് സിമ്മും ഒരു മൈക്രോ SD കാർഡും ഒക്കെ ഉപയോഗിക്കാം. 3GB റാം 32GB സ്റ്റോറേജ് വേരിയൻറ്റിലാണ് റിയൽമി നാർസോ 10A എന്ന സ്മാർട്ട് ഫോൺ വരിക. എന്തായാലും പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കാര്യമായ ഒരു ഇഷ്യൂസും നമുക്ക് പറയാൻ സാധിക്കില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊസസ്സറുകൾ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാധാരണ കിട്ടാവുന്ന മീഡിയ ടെക്കിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്ന പ്രൊസസ്സറുകൾ തന്നെയാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രൊസസ്സറുകളാണ്. ചിലപ്പോൾ കുറച്ച് ഹീറ്റിംഗ് ഇഷ്യൂസൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ PUBG കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ലാഗോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം തലക്കമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കുന്ന നല്ല പ്രൊസസ്സറുകൾ തന്നെയാണ് മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G70 ഒപ്പം തന്നെ മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G80 എന്ന ഈ രണ്ട് പ്രൊസസ്സറുകൾ. അപ്പോൾ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് കാര്യമായൊരു ഇഷ്യൂസ് ഒന്നും പറയാൻ സാധിക്കില്ല. ഇനി ബാറ്ററി കാര്യങ്ങളിലേക്ക് വരാം. രണ്ട് സ്മാർട്ട് ഫോണുകളിലും നമുക്ക് 5000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് കിട്ടുക. നല്ലൊരു ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒപ്പം നമുക്ക് ഇതിൽ പ്രധാനമായിട്ട് വ്യത്യാസം പറയാൻ സാധിക്കുക റിയൽമി നാർസോ 10 എന്ന സ്മാർട്ട് ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 18 വാട്ടിൻ്റെ ഒരു ക്വിക്ക് ചാർജിങ് സംവിധാനവും ഒപ്പം തന്നെ റിവേഴ്സ് ചാർജിങ് സംവിധാനമൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. Type C പോർട്ടാണ് ഇവിടെ വരുന്ന പോർട്ട്. ഇനി നാർസോ 10A എന്ന സ്മാർട്ട് ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 5000 mAh ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഫാസ്റ്റ് ചാർജിങ് സംവിധാനം ഒന്നും കിട്ടത്തില്ല. 10 വാട്ടിൻ്റെ ഒരു നോർമൽ ചാർജിങ് മാത്രം. ഒപ്പം മൈക്രോ USB പോർട്ടുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. 3.5mm ഓഡിയോ ജാക്കും കാര്യങ്ങളൊക്കെ രണ്ട് സ്മാർട്ട് ഫോണിൽ നമുക്ക് കിട്ടുന്നുണ്ട്. റിയൽമി UIയും Android 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടുക. ഓവറോൾ നോക്കുവാണെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി പ്രൈസും കൂടി പറയാം. റിയൽമി നാർസോ 10 എന്ന സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് വരിക 4GB റാം 128GB സ്റ്റോറേജിൻ്റെ പ്രൈസ് വരുന്നത് 12000 രൂപയാണ്. 11999 രൂപ. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് മെയ് 18 ഫ്ലിപ്കാർട്ടിൽ നിന്നും അതേസമയം realme.com നിന്നും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കാം. റിയൽമി നാർസോ 10A എന്ന സ്മാർട്ട് ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ 8500 രൂപയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് വരിക. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഈ വരുന്ന മെയ് 22 12 മണി തൊട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നും അതേസമയം realme.com നിന്നും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യാം. എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ഈ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നന്നാവും. എന്തായാലും നമുക്ക് ആദ്യം റിയൽമി നാർസോ 10നെ കുറിച്ച് പറയാം, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. അതിൽ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയത് അതിൽ ഫുൾ HD+ ഡിസ്പ്ലേ ഇല്ല എന്നുള്ള കാര്യമാണ്. 12000 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണുകളിൽ ഫുൾ HD+ ഡിസ്പ്ലേ ഉള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഒപ്പം ആ ഒരു വാർഡ്രോബ് നോച്ച് ഡിസൈൻ അതൊന്നും മാറ്റം വരുത്തിയ ഒരു പഞ്ച് ഹോൾ ഡിസൈൻ ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയ നല്ലൊരു ഓപ്ഷനുമായിരുന്നു. വലിയ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കിട്ടുക. HD+ ആണ്, അത് ഒരു നെഗറ്റീവ് തന്നെയാണ്. ഇനി ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കാം. അതിലെനിക്ക് ഇഷ്ടപ്പെടാതെ പോയത് റിയൽമി ഓൾറെഡി ഒരുപാടധികം സ്മാർട്ട് ഫോണുകൾ കൊടുത്തിട്ടുള്ള ആ ഒരു ക്യാമറ മൊഡ്യൂൾ ഫിക്സിംഗ് ഒക്കെ പുതിയ നാർസോ എന്നൊക്കെ പറഞ്ഞ വലിയൊരു പേരും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അതൊക്കെ ഇവിടെ കുറച്ചും വ്യത്യാസം വരുത്തി കുറച്ച് ബെറ്റർ ആയൊരു നല്ലൊരു ക്യാമറ മൊഡ്യൂൾ ഫിക്സിംഗ് ഒക്കെ മാറ്റി കുറച്ചുകൂടെ ഡിസൈനിലൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയൊരു എന്താ പറയുക കാണുമ്പോൾ ഒരു കുറച്ചുകൂടെ അട്രാക്റ്റീവായ ഒരു നല്ലൊരു ഡിസൈൻ അവിടെ നൽകിയിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയ നല്ലൊരു സെറ്റപ്പ് ആയ. എന്തായാലും പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ആ ഒരു പ്രൈസ് നമുക്ക് അംഗീകരിക്കാം. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G80 എന്ന പ്രോസസ്സർ 4GB റാമും 128GB സ്റ്റോറേജും LPDDR4 ഒക്കെ
പരിഗണിക്കാവുന്ന ഘടകങ്ങളാണ്. പക്ഷേ അതിലെ ഡിസ്പ്ലേ അത് വലിയൊരു പോരായ്മയായിട്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ തോന്നിയിട്ടുള്ളത്. ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പരിഹരിക്കാവുന്നതാണ്. 18 വോട്ട് ഫാസ്റ്റ് ചാർജിങ് സംവിധാനം നല്ലൊരു കാര്യമാണ്. 5000 mAh ബാറ്ററി കപ്പാസിറ്റി, നല്ലൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടും, അതും നല്ലൊരു കാര്യമാണ്. റിവേഴ്സ് ചാർജിങ് സംവിധാനം അതും നല്ല കാര്യമാണ്. അപ്പോൾ ആ ഒരു നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ എടുത്തു പറയാം. പക്ഷേ ആ ഡിസ്പ്ലേ കൊണ്ടുപോയി ആ ഒരു സ്മാർട്ട് ഫോൺ പൂർണ്ണമായും കളഞ്ഞു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി റിയൽമി നാർസോ 10A എന്ന സ്മാർട്ട് ഫോണിലേക്ക് വരാം. ഈ ഒരു സ്മാർട്ട് ഫോൺ തായ്ലാൻഡിൽ അവതരിപ്പിച്ചിട്ടുള്ള റിയൽമി C3 എന്ന സ്മാർട്ട് ഫോണാണ്. ഇന്ത്യയിലുള്ള റിയൽമി C3യിൽ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പില്ല, ഒപ്പം ഫിംഗർ പ്രിൻറ്റ് സംവിധാനവുമില്ല. പെർഫോമൻസും ബാക്കി കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഒരുപോലൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ റിയൽമി നാർസോ 10A എന്ന സ്മാർട്ട് ഫോൺ എനിക്ക് അത്ര കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പ്രധാനപ്പെട്ട കാര്യം 1-2 സ്പെസിഫിക്കേഷൻ വ്യത്യാസം വരുത്തി എന്തിനാണ് ഇങ്ങനൊരു സ്മാർട്ട് ഫോൺ വീണ്ടും അവതരിപ്പിക്കുന്നത് മറ്റൊരു പേരിൽ. ഓൾറെഡി ഇപ്പോൾ ഒരു രാജ്യങ്ങളിൽ അവതരിപ്പിച്ചിട്ടുള്ള ആ ഒരു സ്മാർട്ട് ഫോൺ തന്നെ വലിയ കാര്യമായ ഡിഫറൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ആ ഒരു സ്മാർട്ട് ഫോൺ റീബ്രാൻഡ് ചെയ്ത് അവതരിപ്പിക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നാത്തത്. റിയൽമിയിൽ നിന്ന് പലപ്പോഴും കാണുന്നൊരു പ്രശ്നം തന്നെയാണ്, കാര്യമായൊരു വ്യത്യാസമൊന്നും കാണില്ല. റിയൽമിയുടെ 5 സീരീസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു പ്രശ്നം. അതുകൊണ്ട് കുറച്ചുകൂടെ എനിക്ക് റിയൽമിയോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യം, റിയൽമി ഡിസൈനൊക്കെ കുറച്ചുകൂടെ ആ ഒരു ക്യാമറ മോഡൽ ഫിക്സിങ് കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് മാറ്റം വരുത്തണം. ഒപ്പം തന്നെ ഈ ഒരുപോലുള്ള സ്മാർട്ട് ഫോണുകൾ ഇറക്കുന്ന പരിപാടി ഒന്ന് നിർത്തുകയാണെങ്കിൽ അത് വലിയൊരു ഉപകാരം തന്നെയായിരിക്കും. പിന്നെ റിയൽമി നാർസോ 10Aയിൽ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയത് ആ ഒരു വലിയ ബ്രാൻഡിങ് ആണ്. റിയൽമി എന്നുള്ള ആ ഒരു വലിയ ബ്രാൻഡിങ് അത് പരമ ബോറായിട്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ തോന്നിയിട്ടുള്ളത്. ഒരുപാട് പേർക്ക് ആ ഒരു പ്രശ്നം തോന്നിയേക്കാം. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായമാണ്, റിയൽമിയിൽ നിന്ന് ആ ഒരു വലിയൊരു ബ്രാൻഡിങ് അത് വളരെ വൃത്തികേടായിട്ട് തന്നെയാണ് എനിക്ക് ആ ഒരു സ്മാർട്ട് ഫോണിൽ തോന്നുന്നത്. റിയൽമി C3യും റിയൽമി നാർസോ 10Aയും തമ്മിൽ വലിയ കാര്യമായ ഡിഫറൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ റിയൽമി C3 ഉപയോഗിക്കുന്നവർ ഈ ഒരു സ്മാർട്ട് ഫോണിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് മാറേണ്ട ആവശ്യകതയുമില്ല. ഈ ഒരു സ്മാർട്ട് ഫോണുകൾ എടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ വലിയൊരു സെറ്റപ്പ് ഒന്നും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലൊന്നും നൽകിയിട്ടില്ല. ഓൾറെഡി അവതരിപ്പിച്ചുള്ള സ്മാർട്ട് ഫോണുകളാണ്. നല്ലൊരു പ്രൈസ് റേഞ്ച് നൽകിയിട്ടില്ല എന്ന് നമുക്ക് പറയാം. ഇച്ചിരി ഓവർ പ്രൈസ്ഡ് തന്നെയാണ് ഈ 2 സ്മാർട്ട് ഫോണുകൾ. എന്തായാലും റെഡ്മി നോട്ട് 9 എന്ന സ്മാർട്ട് ഫോൺ ഓൾറെഡി ലിസ്റ്റിങ്ങിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അധികം താമസിക്കാതെ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് റെഡ്മി നോട്ട് 9 എന്ന സ്മാർട്ട് ഫോൺ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ റെഡ്മി നോട്ട് 9 എന്ന ആ ഒരു സ്മാർട്ട് ഫോൺ കൂടി വന്നതിന് ശേഷം ഈ സ്മാർട്ട് ഫോണുകളെ കുറിച്ചൊന്ന് ആലോചിക്കുക. എന്തായാലും കൃത്യമായിട്ട് ക്യാമറ റിവ്യൂവും പെർഫോമൻസ് റിവ്യൂവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെക്കൗട്ട് ചെയ്യുക. അതിനുശേഷം ഈ സ്മാർട്ട് ഫോണുകൾ തിരഞ്ഞെടുക്കണോ എന്ന് ചിന്തിക്കുക. എന്തായാലും റിയൽമി നാർസോ സീരീസ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എന്തായാലും റിയൽമി നാർസോ സീരീസ് എടുക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ വലിയൊരു സെറ്റപ്പ് ഒന്നും എനിക്ക് ഒരു സ്മാർട്ട് ഫോൺ തോന്നിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എടുക്കാനുള്ള വലിയ ആഗ്രഹമൊന്നും എനിക്കില്ല. റെഡ്മി നോട്ട് 9 എന്ന സ്മാർട്ട് ഫോൺ കൂടി വന്നതിന് ശേഷം ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷനും കൂടി ഇത് തമ്മിൽ താരതമ്യം ചെയ്തതിന് ശേഷം മാത്രമേ ഈ റിയൽമി നാർസോ സീരീസിലേക്ക് നിങ്ങൾ തിരിയാവൂ. കാരണം റിയൽമി ഓൾറെഡി ഒരുപാടധികം സ്മാർട്ട് ഫോണിൽ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഡിസൈൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് എന്തോ വേറത്ര തൃപ്തികരമായിട്ട് തോന്നുന്നില്ല. ഞാൻ റിയൽമി കുറ്റം പറയുന്നതൊന്നുമല്ല, കാരണം ഞാൻ ഓൾറെഡി റിയൽമി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഈ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നതും റിയൽമിയുടെ X2 എന്ന സ്മാർട്ട് ഫോണിലാണ്. എനിക്ക് അതിലൊന്നും വലിയ കാര്യമായൊരു പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ റിയൽമി ഒരുപാടധികം സ്മാർട്ട് ഫോണുകൾ കൊണ്ടുവരുന്ന ആ ഒരു ക്യാമറ മോഡ്യൂൾ ഫിക്സിങ്ങും പിന്നെ കാര്യമായ ഡിഫറൻസ് ഇല്ലാത്ത ഒരേ രീതിയിൽ വരുന്ന സ്പെസിഫിക്കേഷനും കാര്യങ്ങളും അതൊക്കെ എനിക്ക് എപ്പോഴും ബോറായിട്ട് തന്നെയാണ് റിയൽമിയിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും റിയൽമി നാർസോ സീരീസ് വലിയ കുഴപ്പമില്ലാത്ത തലക്കേടില്ലാത്ത സ്മാർട്ട് ഫോണുകൾ തന്നെയാണ്. എന്തായാലും ആ ഒരു സ്മാർട്ട് ഫോണുകളെ കുറിച്ച് ഇത്രയുമാണ് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിൽ പുതിയ സ്മാർട്ട് ഫോൺ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണപ്പെടാം.